ഈ സമ്മേളനത്തെ നിറസാന്നിധ്യമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയങ്കരനായ ഷഹീദ് ഷാനിൻ്റെ കുടുംബം ഉൾപ്പെടെ, അരുമയായ മക്കൾ ഉൾപ്പെടെ, സഹോദരന്മാർ, സഹോദരിമാർ, നാട്ടുകാർ, സ്നേഹിതന്മാർ, ഏവർക്കും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ നേരുകയാണ്. ഷാനോടൊപ്പം നടന്ന, ഷാനിൻ്റെ അളിയാന്നെന്ന് വിളി കേട്ടവർ, ഷാനിൻ്റെ കരം ഗ്രഹിച്ചവർ, ഷാനിനെ ചേർത്ത് പിടിച്ചവർ, ഷാനിനെ മാറോട അവർ തിങ്ങി നിറഞ്ഞ ഈ സദസ്സിൽ ഞാൻ എന്താണ് ഷാനിനെ അനുസ്മരിക്കുന്നത്? എന്നേക്കാൾ കൂടുതൽ, ഞങ്ങളെക്കാൾ കൂടുതൽ ഷാനിനെ ഹൃദയത്തോട് ചേർത്തവരാണ് നിങ്ങൾ. ഷാൻ എന്താണ്? ഷാൻ ആരാണ്? ഷാനിനെ വളർത്തിയവർ, ഷാനിൻ്റെ സ്നേഹത്തെ തൊട്ടറിഞ്ഞവർ, ഷാൻ എന്ന നേതാവിനെ തൊട്ടറിഞ്ഞവർ, ഷാൻ എന്ന അനുയായിയെ തൊട്ടറിഞ്ഞവർ, ഷാൻ എന്ന സംഘാടകനെ തൊട്ടറിഞ്ഞവർ. അവരുടെ മുമ്പിൽ ഷാനിനെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളൊന്നുമില്ല. നമ്മൾ ഓരോ വർഷവും ഷാനിനെ ഓർക്കുന്നു. നമ്മളൊരു വർഷത്തിൽ ഒരു ദിവസം ഷാനിനെ ഓർക്കുകയല്ല. ഷാൻ നമുക്ക് പകർന്നു തന്നത്, നമ്മൾക്ക് മാതൃകയാക്കാൻ ഇട്ടേച്ചു പോയത് എന്താണ്? അത് നമ്മൾ ഓരോരുത്തരും പകർത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഷാനെ അനുസ്മരിക്കപ്പെടുന്നത്. ഞാൻ ഇന്നലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ 2-3 ദിവസമായി ആലുവ ഓഫീസിൽ ആ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും തയ്യാറാക്കാനുമായിരിക്കുമ്പോൾ, ഞാനും അൻസാരിയും അജ്മലൊക്കെ ഇരിക്കുമ്പോൾ, കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പ് ഒരാളായി പാർട്ടിയുടെ തീരുമാനങ്ങൾ എഴുതാൻ, ചർച്ച ചെയ്യാൻ, പങ്കുവെക്കാൻ, മീറ്റിങ്ങുകൾ കഴിഞ്ഞാൽ കൂടിച്ചേരാൻ അന്ന് ഞങ്ങൾക്കൊപ്പം ഷാനുമുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ അത് പങ്കുവെക്കുകയായിരുന്നു, ചർച്ച ചെയ്യുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വലിയൊരു മാമാങ്കം കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിനെ നേതൃത്വം കൊടുത്ത, അതിലെല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഒരു നേതാവായിരുന്നു ഷാൻ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികൾ, സ്ഥാനാർത്ഥിമാർ പലരും ഒരുപക്ഷെ നോമിനേഷൻ പേപ്പർ പൂരിപ്പിച്ചപ്പോൾ, അന്ന് കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് നോമിനേഷൻ പേപ്പർ പൂരിപ്പിച്ചപ്പോൾ അന്ന് ഷാൻ എഴുതി വെച്ച നോമിനേഷൻ പേപ്പർ നോക്കിയാണ് ഇന്ന് പലരും നോമിനേഷൻ പേപ്പർ പൂരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ പല കാര്യങ്ങളിലും മാതൃക കാണിച്ച ഒരു നേതാവാണ്, ഒരു സഹോദരനാണ്, ഒരു പ്രവർത്തകനാണ്, ഒരു കേഡറാണ്, ഒരു മെമ്പറാണ്, ഒരു സുഹൃത്താണ് ഷാൻ. ഷാനിനെ വകവരുത്തിയതിലൂടെ സംഘപരിവാരം ലക്ഷ്യം വെച്ചത് ആലപ്പുഴയിൽ SDPIയെ ഇല്ലാതാക്കുമെന്നായിരുന്നു. ഷാൻ ആലപ്പുഴയിലെ തലയെടുപ്പുള്ള നേതാവായിരുന്നു, തലയെടുപ്പുള്ള സംഘാടകനായിരുന്നു. എല്ലാ രാഷ്ട്രീയ, സാമൂഹ്യ, മത നേതാക്കന്മാരായിട്ടും പ്രതിനിധികളുമായിട്ടും നല്ല ബന്ധം പുലർത്തിയിരുന്ന രാഷ്ട്രീയക്കാരൻ, നേതാവ്, പൊതുപ്രവർത്തകൻ. സംഘപരിവാരത്തിൻ്റെ കണ്ണിലെ കരടായിരുന്നു. സംഘപരിവാരത്തിൻ്റെ കണ്ണിലെ കരട് ഒരു ഷാൻ മാത്രമല്ല. സംഘപരിവാരത്തിൻ്റെ ആശയത്തെ, അവരുടെ ഫാസിസ്റ്റ് നിലപാടുകളെ എതിർക്കുന്ന എല്ലാവരും അവർക്ക് കരടാണ്. അതുകൊണ്ടാണ് പാർലമെൻറ്റിലും രാജ്യസഭയിലും ഓരോ പുതിയ നിയമങ്ങൾ ചുട്ടെടുത്തുകൊണ്ട് അവരുടെ ആശയത്തെ, അവരുടെ ജനവിരുദ്ധതയെ എതിർക്കുന്ന ആളുകളെ ഇങ്ങനെ വിവിധ നിയമങ്ങളിലൂടെ പുറത്താക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഷാൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം
ഞങ്ങളിടക്ക് പറയും, ഷാന്റെ രക്തസാക്ഷിത്വത്തിന് മുമ്പ്, ഷാന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം എന്താണ് ആലപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ആലപ്പുഴയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് എന്തെങ്കിലും ശോഷണം സംഭവിച്ചിട്ടുണ്ടോ? ശത്രുവിന്റെ കൺമുമ്പിൽ എന്താണോ ഈ ജില്ലയിൽ, ഈ സംസ്ഥാനത്ത് കെ ഷാൻ പ്രഖ്യാപിച്ചത്, പ്രവർത്തിച്ചത്, പ്രസംഗിച്ചത്, എഴുതിയത്, ആ ആശയം നടപ്പിലാക്കാൻ ഓരോ ദിവസം തോറും ഈ ജില്ലയിലേക്ക് ഒറ്റക്കായി, കുടുംബമായി ഈ രക്തഹരിത നക്ഷത്രാങ്കിത പതാക നെഞ്ചിലേറ്റാൻ കടന്നു വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിനെ തളർത്താൻ അവർക്ക് സാധിച്ചോ? കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരള സംസ്ഥാനത്ത് തന്നെ പാർട്ടിയുടെ ഉജ്ജ്വലമായ വിജയം കാഴ്ചവെച്ച, അഭിമാനകരമായ നേട്ടം കാഴ്ചവെച്ച ഒന്നാമത് നിൽക്കുന്ന ജില്ലയാണ് ആലപ്പുഴ ജില്ല എന്ന് പറയാൻ, അഭിമാനത്തോടെ ഈ സദസ്സിനെ സാക്ഷി നിർത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ശത്രുക്കൾക്ക് തെറ്റി. ഷാനെ ഇല്ലാതാക്കിയതിലൂടെ ഷാൻ മുന്നോട്ട് വെച്ച, ഷാന്റെ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയത്തെ, ആ ജനപക്ഷ രാഷ്ട്രീയത്തെ ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതിന് സാധിക്കുകയുമില്ല എന്നാണ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊരു രാജ്യത്തിന്റെ ഒരു പ്രതീക്ഷയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതും ഏറെ പ്രസക്തവുമാണ്. വിശപ്പും ഭയവുമാണ് അത് മുന്നോട്ട് വെക്കുന്നത്. ആരാണ് വിശപ്പ് അനുഭവിക്കുന്നത്? ആരാണ് ഭയം അനുഭവിക്കുന്നത്? എന്തിന്റെ പേരിലാണ് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? അതിന് പരിഹാരം തേടിയുള്ള അചഞ്ചലമായ ഒരു പ്രയാണമാണ് രാജ്യത്ത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ഷാൻ വീണാൽ, അവിടെ നമ്മുടെ ഇപ്പോഴത്തെ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരെയും ജയിലിലടച്ചാൽ, ഈ പാർട്ടിയുടെ സ്വത്തുവകകൾ ജപ്തി ചെയ്താൽ, അത് കണ്ടുകെട്ടിയാൽ, ഇതിലെ പ്രവർത്തകർക്കെതിരെ, ഇതിലെ നേതാക്കന്മാർക്കെതിരെ വ്യാജ പ്രചരണ കഥകൾ പടച്ചുവിട്ടാൽ ഒന്നും ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാനോ പകർക്കാനോ ആർക്കും സാധ്യമല്ല എന്നാണ് രാജ്യത്തെ ഒരേ സംസ്ഥാനങ്ങളിലൂടെ പുതിയ പുതിയ സംസ്ഥാനങ്ങളിലേക്ക് ഈ രക്തഹരിത നക്ഷത്രാങ്കിത പതാക ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. നമ്മൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ 102 ജനപ്രതിനിധികൾ നമ്മൾക്ക് ജയിപ്പിച്ചെടുക്കാൻ സാധിച്ചു. 34 പുതിയ മെമ്പർമാരെ പുതിയ പ്രദേശങ്ങളിലേക്ക് നമ്മൾക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു. കൊല്ലം കോർപ്പറേഷനിൽ നമ്മുടെ കോർപ്പറേഷൻ സീറ്റ് നമ്മൾക്ക് നിലനിർത്താൻ നമുക്ക് സാധിച്ചു. കണ്ണൂരിലെ അറക്കൽ ഡിവിഷൻ, കണ്ണൂർ കോർപ്പറേഷനിലെ അറക്കൽ ഡിവിഷൻ നമ്മൾക്ക് ജയിച്ചു കയറാൻ കോർപ്പറേഷൻ കണ്ണൂരിൽ അക്കൗണ്ട് തുറക്കാൻ നമുക്ക് സാധിച്ചു. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലും കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലും നമ്മൾക്ക് പുതിയ അക്കൗണ്ട് തുറക്കാൻ നമുക്ക് സാധിച്ചു. അങ്ങനെ നമ്മുടെ തെരഞ്ഞുപിടിച്ച് നമ്മുടെ ജനകീയ ജനപ്രതിനിധികൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കേരളത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം 102 ജനപ്രതിനിധികളെ നമ്മൾ ജയിപ്പിച്ചെടുത്തു. അന്ന് നമ്മൾ പറഞ്ഞത് വിവേചനമില്ലാത്ത വികസനം നമ്മൾ നാട്ടിൽ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. ആ വിവേചനമില്ലാത്ത വികസനമാണ് കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജനപ്രതിനിധികൾ നടത്തിയിട്ടുള്ളത്. ഇത് ഇവിടുത്തെ സാമ്പ്രദായിക പാർട്ടികളെ അലോസരപ്പെടുത്തി കോടിക്കണക്കിന് രൂപയാണ് ഒരു വാർഡുകളിൽ ചെലവഴിച്ചിട്ടുള്ളത്. മറ്റു പല മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കും ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത തരത്തിൽ വീടുകൾ വിൽക്കുന്നു,
മെയിൻ്റനൻസ് വർക്കുകൾ നടത്തിക്കൊടുക്കുന്നു, വഴികൾ വെട്ടുന്നു, റോഡുകൾ പണിതുകൊണ്ടിരിക്കുന്നു. അവശത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരുകൾ പ്രഖ്യാപിച്ച മുഴുവൻ ആനുകൂല്യങ്ങളും രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ, ജാതി നോക്കാതെ, വർണ്ണം നോക്കാതെ ആരാണോ അർഹതപ്പെട്ടവർ അവർക്ക് കൃത്യമായി എത്തിച്ചു കൊടുത്തു നമ്മുടെ ജനപ്രതിനിധികൾ. അവർ ചെയ്ത ജനകീയ വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലെ പാർട്ടി നേരിട്ടത്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മുസ്ലിം ലീഗുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും BJP-കാരനും കോൺഗ്രസ്സുകാരനും ഒക്കെ തന്നെ ക്രോസ് വോട്ട് ചെയ്ത് നമ്മളെ പരാജയപ്പെടുത്താൻ രംഗത്തിറങ്ങിയത്. STP-യുടെ ഒരു ജനപ്രതിനിധി പഞ്ചായത്തിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താ? പഞ്ചായത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ലീഗുകാരനും കോൺഗ്രസ്സുകാരനും മുസ്ലിം ലീഗുകാരൻ്റെ അവരെ മുക്കൂട്ട് കമ്പനി ഉണ്ടല്ലോ, അവിടെ നടക്കുന്ന അഴിമതികൾ, അവിടെ നടക്കുന്ന ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ അത് പുറലോകമറിയും. ഏതെല്ലാം ജനവിഭാഗങ്ങൾക്കാണ് വികസന പ്രവർത്തനങ്ങൾ കൊടുക്കേണ്ടത് അത് അവർക്ക് അർഹരിലേക്ക് എത്തും. ഞങ്ങളുടെ പാർട്ടിക്കാർക്ക് മാത്രമാണ് ലാപ്ടോപ്പ് കൊടുക്കുന്നത്, ഞങ്ങളുടെ മതക്കാർക്ക് മാത്രമാണ് സൈക്കിൾ കൊടുക്കുന്നത്, ഞങ്ങളുടെ പാർട്ടിക്കാർ മാത്രം സഞ്ചരിച്ചു കൊടുക്കുന്ന അവിടേക്കാണ് റോഡുകൾ നന്നാക്കുന്നത്, ഞങ്ങളുടെ മാത്രം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് പബ്ലിക് പൈപ്പുകളുള്ളത്. പക്ഷേ STP വന്നപ്പോൾ ചിത്രം മാറി. 10 ലാപ്ടോപ്പ് ഒരു SC അംഗങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 10 ലാപ്ടോപ്പും അർഹതപ്പെട്ടവർക്ക് കിട്ടിയിട്ടുമുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് അവകാശപ്പെട്ട മുഴുവൻ സംവിധാനങ്ങളും മേടിച്ചു കൊടുക്കാൻ നമ്മുടെ ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞു. നമ്മുടെ കേരളത്തിലെ ഒരു ജനപ്രതിനിധി ഒരു വാർഡിൽ ചെലവഴിച്ചത് 45 വീടാണ് നിർമ്മിച്ചു കൊടുത്തത്. 45 വീട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഏത് വാർഡ് മെമ്പർക്കാണ് ഒരു വാർഡിൽ 45 വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധ്യമാകുന്നത്? അത്രയും വിപുലമായ ജനകീയ വികസന പ്രവർത്തനങ്ങളാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജനപ്രതിനിധികൾ കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷമായിട്ട് നടപ്പിലാക്കിയത്. ഇത് മനസ്സിലാക്കിയാണ് കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും അതോടൊപ്പം തന്നെ BJP-ക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങളുടെ വാർഡ് നമ്മൾ പരാജയപ്പെട്ട ചില വാർഡുകൾ, ചില സിറ്റിംഗ് വാർഡുകൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ 245ഓളം വാർഡുകളിൽ നമ്മൾ 2ാം സ്ഥാനത്താണ്. അതിൽ 10 വോട്ടിന് തോറ്റവരുണ്ട്, 2 വോട്ടിന് തോറ്റവരുണ്ട്, 5 വോട്ടിന് തോറ്റവരുണ്ട്, 50 വോട്ടിന് തോറ്റവരുണ്ട്. ആ വോട്ടിന്റെ പാറ്റേൺ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ വോട്ട് കാണുന്നില്ല, കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച BJP-കാരന്റെ വോട്ട് കാണുന്നില്ല. ചില സ്ഥലങ്ങളിൽ ഒരു 3 BJP-യും ലീഗും കോൺഗ്രസും ഒരുമിച്ച് നമ്മളെ പരാജയപ്പെടുത്താൻ വന്നിരിക്കുന്നു. STP-യാണ് മുഖ്യ ശത്രു. BJP ജയിച്ചു വന്നാലും അവർക്ക് പ്രശ്നമില്ല, BJP ജയിച്ചു വന്നാലും അവർക്ക് പ്രശ്നമില്ല, STP ജയിക്കാൻ പാടില്ല. അതാണിപ്പോൾ അവരുടെ പോളിസി. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഈ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളത്, ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത് ജനപക്ഷ രാഷ്ട്രീയമാണ്. ആ ജനപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ്, അവരുടെ പ്രശ്നങ്ങളാണ് ഈ രാജ്യത്തെ STP ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കണ്ണീരൊപ്പാനാണ് ഈ പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ കണ്ണീരൊപ്പുന്ന കാലത്തോളം നീതിപൂർവമായ സത്യസന്ധമായിട്ടുള്ള ഒരു ജനകീയ രാഷ്ട്രീയ നിലപാടുകളുമായിട്ട് തന്നെയായിരിക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് പോകുക എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ മുക്കൂട്ട് കമ്പനികൾ ഈ രാജ്യത്ത് തകർന്നടിയണം. നമ്മൾക്കിനിയും ഒരുപാട് ചെയ്യാൻ എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരന്മാരോടും സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത്, ഓരോ ദിവസം തോറും പുതിയ പുതിയ വാർത്തകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. നേരത്തെ ഇവിടെ പ്രസിഡന്റ് SIR-നെ കുറിച്ച് സൂചിപ്പിച്ചു. നിങ്ങൾ പലരും എനുമറേഷൻ ഫോം ഫില്ല് ചെയ്തവരാ, അത് ഫില്ല് ചെയ്ത് കൊടുത്തവരാ. അത് കൊടുത്ത് ഇന്നലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിൽ ഫോം ഫില്ലിംഗ് ചെയ്ത് കൊടുത്ത ആളുകൾ എൻ്റെ പേര് അതിൽ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ കേഡർമാർ നേതാക്കന്മാരോട് സൂചിപ്പിക്കുന്നത്,
ഈ എനുമറേഷൻ ഫോം കൊടുക്കാൻ പറ്റാത്ത ആളുകൾ, നമ്മളുടെ BLയുടെ കയ്യിൽ അവശേഷിക്കുന്ന ഫോമായിട്ട് ആളുകൾ കണ്ടെത്താൻ പറ്റാത്ത ആളുകൾ, അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത, അപ്ലോഡ് ചെയ്തിട്ട് കയറാത്ത ആളുകൾ പല BLOമാരുടെ കയ്യിലും 30, 40, 50, 100 വരെയുള്ള എനുമറേഷൻ ഫോം കെട്ടിക്കിടക്കുന്നുണ്ട്. എത്ര ലക്ഷം ആളുകളാണ് ഇപ്പോൾ പുറത്തു പോയെന്നുള്ള കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ വലിയൊരു യുദ്ധത്തിൽ നിന്ന്, വലിയൊരു മാമാങ്കത്തിൽ നിന്ന്, വലിയൊരു തെരഞ്ഞെടുപ്പിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് നമ്മൾ മാറി. അത് കഴിഞ്ഞു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതിനിടയിൽ ചെയ്യേണ്ട കുറേ പ്രവർത്തനങ്ങൾ നമുക്കുണ്ട്. SIRമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതിൽ എനുമറേഷൻ ഫോം കിട്ടാത്തവർ, കിട്ടിയിട്ട് ഫോമിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തവർ, ആരെല്ലാമാണ് പേരില്ലാത്തവർ, അവരൊക്കെ നോക്കി നമ്മൾ കണ്ടെത്തണം. അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും നമ്മൾക്ക് കാണാൻ സാധ്യമല്ല, ഒരു ലീഗുകാരനെയും നമ്മൾക്ക് കാണാൻ സാധ്യമല്ല, ഒരു കോൺഗ്രസ്സുകാരനെയും നമ്മൾക്ക് കാണാൻ സാധ്യമല്ല. അവരുടെ വീടുകളിൽ പോയി അയാളുകളെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം, അവർക്കൊപ്പം നിൽക്കണം. അവരുടെ ഒപ്പമാണ് നമ്മളുടെ രാഷ്ട്രീയം. അതാണ് ഇനി നമ്മൾ നാളെ മുതൽ നമ്മൾ ചെയ്തേണ്ടത് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മൾ അല്പം വിശ്രമിക്കുക എന്ന് പറഞ്ഞിരിക്കാൻ സമയമില്ല. കാരണം പാർലമെന്റിൽ പുതിയ പുതിയ ബില്ലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ പുതിയൊരു ബില്ല് പാസ്സായിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി മഹാത്മാഗാന്ധി എന്ന് എടുത്തു മാറ്റി ചില പരിഷ്കരണങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് പുതിയ ബില്ല് ഇന്ന് പാർലമെന്റിൽ പാസ്സായിട്ടുണ്ട്. അത് രാജ്യസഭ കടന്നാൽ ഈ രാജ്യത്ത് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയാണ്. ജനപക്ഷ രാഷ്ട്രീയം ഉയർത്തി മുന്നോട്ട് പോകുന്ന നമ്മൾ ഷാനെ അനുസ്മരിക്കുമ്പോൾ, ഷാനെ ഓർക്കുമ്പോൾ, ഷാനിന് വേണ്ടി സംസാരിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഷാൻ നിലകൊണ്ടത്, എന്താണ് ഷാൻ വിളിച്ചു പറഞ്ഞത്, അത് നമ്മൾ ഇനിയും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതിനുത്തരം കിട്ടുന്നതുവരെ, അതിന് ഫലം കിട്ടുന്നതുവരെ നമ്മൾ നമ്മളുടെ ദൗത്യവുമായി നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ വിശ്രമിക്കാൻ നമ്മൾക്കായിട്ടില്ല. നമ്മുടെ നേതാക്കന്മാർ പലരും ജയിലിലാണെന്ന് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തോട്ട് ലക്ഷക്കണക്കിന് മനുഷ്യരെ ജയിലിലടക്കാനുള്ള പുതിയ പുതിയ നിയമങ്ങളുമായിട്ട് സംഘ് പരിവാരം മുന്നോട്ട് വരുമ്പോൾ അതിനെതിരെ തെരുവോരത്ത് ശബ്ദമുയർത്താൻ സോഷ്യൽ ഡെമോക്രാറ്റ് ഈ രാജ്യത്തുമുണ്ടാകണം. അതാണ് നമ്മളുടെ ദൗത്യം. അതേറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. നമ്മുടെ ബഹുമാനനായി ഇന്ന് ജയിലിൽ കിടക്കുന്ന ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനുണ്ടല്ലോ, ഈ പാർട്ടിയെ ഉണ്ടാക്കിയ, ഈ പാർട്ടിയെ വളർത്തിയ ഈ അബൂബക്കർ സാഹിബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ പതാക ഉയർത്തുന്നത് ആരാ? നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി ആരാ? RSS കാരനാണ്. ഒരു കാലത്ത് ദേശീയ പതാക അത് പാടില്ല, അത് ഉയർത്താൻ പാടില്ല, അത് പിടിക്കാൻ പാടില്ല, അതിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് നരേന്ദ്രമോദി, RSS കാരൻ. അവരാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ നമ്മൾക്ക് താഴെ ഇറക്കണം, അവരെ നമ്മൾക്ക് താഴെ ഇറക്കണം. ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് ഭരണം നടത്താൻ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യന്മാർക്കും തുല്യ അവകാശവും തുല്യ നീതിയും വേടിച്ചെടുക്കാനുള്ള ഒരു കാലഘട്ടത്തിൽ, ഒരു കാലത്തേക്കുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അബു സാഹിബ് നമ്മളെ ഓർമ്മിപ്പിക്കും. ഇന്ന് രാജ്യത്തെ ചെങ്കോട്ടയിൽ രാജ്യത്തിന്റെ ദേശീയ പതാക ഉയർത്തുന്നത് സംഘ് പരിവാരമാണ്. ആ ദേശീയ പതാക സംഘ് പരിവാരത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് നാളെ ഇന്ത്യയുടെ ചെങ്കോട്ടയിൽ STPയുടെ ഒരു സോഷ്യൽ ഡെമോക്രാറ്റ് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്ന ഒരു കാലം അതിവിദൂരമല്ല. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ സദസ്സിലിരിക്കുന്ന പല ആളുകൾക്കും അതിൽ കാണാൻ സാധിക്കും. അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നമ്മുടെ മനസ്സിലിട്ട് താലോലിച്ചുകൊണ്ടാണ് നാം നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ മുമ്പിൽ ഇനിയും ഷാനുമാരുണ്ടാകാം, ഇനിയും ഈ അബൂബക്കർമാരുണ്ടാകാം, ഇനിയും MK ഫൈസിമാരുണ്ടാകാം. പക്ഷേ നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ള ആദർശത്തിനോ ആശയത്തിനോ നിലപാടിനോ ലക്ഷ്യത്തിനോ ഒരു അണുമണി തൂക്കം ഈ രാജ്യദ്രോഹികളായ സംഘ് പരിവാരത്തിനെ
തകർക്കാൻ കഴിയില്ല എന്ന ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകണമെന്നാണ് ഈ അവസരത്തിൽ സഹോദരന്മാരോടും സഹോദരിമാരോടും ബഹുമാനനായ എൻ്റെ പ്രിയ സുഹൃത്ത് ഞങ്ങൾ അളിയ എന്ന് തോളിട്ട് പിടിച്ച് ഒരു പായൽ കിടന്നുറങ്ങി ഒരു പാത്രത്തിൽ ഭക്ഷണം കടച്ച് ഒരേ ആശയത്തിൽ നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് പോയപ്പോൾ ആ സഹോദരൻ ഇന്ന് നമ്മൾക്കൊപ്പമില്ല. ആ സഹോദരൻ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ആ മാതൃകയുണ്ടല്ലോ, നേതാവിന്റെ മാതൃക, നല്ലൊരു പ്രവർത്തകന്റെ മാതൃക, നല്ലൊരു ഭർത്താവിന്റെ മാതൃക, നല്ലൊരു പിതാവിന്റെ മാതൃക, നല്ലൊരു കേഡറുടെ മാതൃക, നല്ലൊരു പൊതുപ്രവർത്തകന്റെ മാതൃക, ആ മാതൃക നെഞ്ചിലേറ്റിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിനെ മുന്നോട്ട് നയിക്കാൻ നമ്മൾക്ക് സാധിക്കണം. അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ജയ് സോഷ്യൽ ഡെമോക്രസി. അസ്സലാമു അലൈക്കും.